അങ്ങ് 1890 നമ്മുടെ ഇൻസ്പെക്ടർ ഹില്ലിംഗ് ഹെഡും ജേർണലിസ്റ്റും കൂടെ ഒരു ഞായറാഴ്ച ദിവസം ലോങ് ഹാർബസ്റ്റ് ലൈനിലേക്ക് വീണ്ടും ചെല്ലുന്നു. ജേർണലിസ്റ്റിന്റെ ക്യാമറയിൽ പതിഞ്ഞ ആ വ്യക്തി വടി ഊന്നി നടക്കുന്ന ആളാണ്. അതായത് അദ്ദേഹത്തിന്റെ ഏതോ ഒരു കാലിന് പ്രശ്നമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അദ്ദേഹം ഒളിച്ചു നിന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വടി ഊന്നിയിരിക്കുന്നതിന്റെ പാടുകളുണ്ട്. സാധാരണ ഊന്നുവടികളുടെയൊക്കെ അടിവശം വട്ടത്തിലാണെങ്കിൽ ഇവിടെ ഇതൊരു ഹെക്സഗണൽ ഷേപ്പിലാണുള്ളത്. അതിനർത്ഥം ആ ഫോട്ടോയിൽ പതിഞ്ഞിരിക്കുന്ന വ്യക്തി സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്പെഷ്യലി പറഞ്ഞു ചെയ്യിപ്പിച്ച അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യിപ്പിച്ച ഊന്നുവടി പോലെയുണ്ട്. തുടർന്ന് അത്തരത്തിലുള്ള ഊന്നുവടികൾ ഉണ്ടാക്കുന്നവരിലേക്ക് അന്വേഷണം നീണ്ടു. അവിടെ എത്തി അവരാർക്കെങ്കിലും ഹെക്സഗണൽ ഷേപ്പിലുള്ള ബോട്ടം വരുന്ന തരത്തിലുള്ള ഊന്നുവടികൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരേ ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഊന്നുവടികൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആർക്കാണോ ചെയ്തു കൊടുത്തത് ആ വ്യക്തിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഹില്ലിംഗ് ഹെഡും ഡിറ്റക്റ്റീവും ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇവർ അന്വേഷിക്കുന്ന ആളെയും കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ പേര് ജൂലിയൻ ഹാർക്കർ. എല്ലാവരും വളരെ റെസ്പെക്ടോടെ സർ ജൂലിയൻ ഹാർക്കർ എന്ന് വിളിക്കും. നഗരത്തിലെ അതിസമ്പന്നന്മാരിൽ ഒരാളാണ്. പുള്ളിക്കാരനെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ മുഖം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? 2053 കാലഘട്ടത്തിലെ മാനിക്സ് അല്ലേ ഇത്? ഇയാൾ മാനിക്സിന്റെ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ അങ്ങനെ ആരെങ്കിലും ആവാം. അവിടെ നിന്ന് നേരെ 2023 വരുമ്പോൾ പോലീസ് ഇപ്പോൾ ഈ ഒരു കേസ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇതുവരെ മറ്റേത് കേസിനെ പോലെ ഇവർക്ക് ഇതൊരു നോർമൽ കേസ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇവരുടെ കൂടെയുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. ഇവർക്കത് പേഴ്സണലാണ്. ഇവരുടെ ഫോഴ്സിന്റെ മാക്സിമം സ്ട്രെങ്ത് യൂസ് ചെയ്ത് എത്രയും വേഗം മാനിക്സിനെ കണ്ടുപിടിക്കാനാണ് ശ്രമം. മാനിക്സിന്റെ വളർത്തമ്മ ഹസന്റെ മകൻ ജാവേദിനെ പറ്റി സംസാരിച്ചൊക്കെ പുള്ളിക്കാരി അവളുടെ സീനിയറിനോട് പറയുന്നുണ്ട്. ഓൾറെഡി ഇവളുടെ ഫോട്ടോസൊക്കെ മാനിക്സിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് ഹസന്റെയും കുടുംബത്തിന്റെയും സേഫ്റ്റിക്ക് അവളുടെ വീട്ടിൽ കാവലിന് പോലീസുകാരെയൊക്കെ നിർത്തുന്നുണ്ട്. എന്തുകൊണ്ട് മാനിക്സ് തന്നെ എയിം ചെയ്യുന്നു, തന്റെ കുടുംബത്തിനെ എയിം ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും ഹസൻ അറിയില്ലല്ലോ. ഏത് തരത്തിലാണ് താൻ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇനി ഒരു പക്ഷേ ഹസന്റെ സുഹൃത്തിന്റെ മരണമാണോ ഇതിനൊക്കെ കാരണം? അവൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രോപ്പറായി ഉത്തരം കിട്ടണമെങ്കിൽ മാനിക്സിനെ എത്രയും വേഗം പിടിച്ചേ പറ്റൂ. രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹസൻ. ഇടയ്ക്കിടെ തന്റെ മകൻ ഓക്കെ ആണോ, സേഫ് ആണോ എന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കും. അന്നേരമാണ് ഇവരുടെ വീടിന് പുറത്ത് ആരോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഇവൾ കാണുന്നത്. അങ്ങോട്ട് നോക്കിയപ്പോൾ അത് മാനിക്സ് ആയിരുന്നു. അവൻ കാവൽ നിന്ന് പോലീസുകാരൊക്കെ കണ്ണുവെട്ടിച്ച് ചാടി വീടിനകത്ത് കയറി, പ്ലീസ് ബഹളം ഉണ്ടാക്കല്ലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, പ്രശ്നം ഉണ്ടാക്കണമെന്ന് വന്നല്ല, എനിക്കൊന്ന് സംസാരിച്ചാൽ മതി. എന്നാൽ ഹസൻ മാനിക്സിനെ അടിച്ച് താഴെ ഇട്ടു. ആ ബഹളം കേട്ട് കാവൽ നിന്ന് പോലീസുകാർ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ കെട്ടിയതാൽ അടുത്ത സീനിൽ അങ്ങ് 2053 നമ്മുടെ ഡിറ്റക്റ്റീവ് മേപ്പിൾവുഡ് ഇപ്പൊ ജീവനോടെയുള്ള പ്രശ്നമൊന്നും പറ്റാത്ത കോലത്തിലുള്ള നമ്മുടെ ഗബ്രിയൽ ഡെഫോയെ ദ എക്സിക്യൂട്ടീവിന്റെ സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവന്റെ തന്നെ മറ്റൊരു വേർഷനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കിടക്കുന്നത് എക്സാക്ട്ലി ഇവൻ തന്നെ. അവനൊരു കണ്ണില്ല, പിന്നെ കയ്യിൽ ആ മാർക്കും ഉണ്ട്. ആ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഈ ഗബ്രിയൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുമ്പോൾ അവിടെ ട്രീറ്റ്മെന്റിൽ കിടന്ന ഗബ്രിയലിന്റെ ബോഡി ഒരുമാതിരി വല്ലാണ്ട് ബിഹേവ് ചെയ്ത് ആ പുള്ളിങ്ങ് മരിച്ചു പോവാണ്. സ്വന്തം മരണം കൺമുന്നിൽ കാണാൻ പറ്റിയ ഗബ്രിയൽ ഡെഫോയ്ക്ക് അഗൈൻ വീണ്ടും കെട്ടിയതാൽ 1941 നമ്മുടെ വൈറ്റ്മാൻ വർക്ക് ചെയ്യുന്ന അതേ പോലീസ് സ്റ്റേഷനിൽ വൈറ്റ്മാൻ നേരത്തെ ആ ബോഡി കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട ആ പെൺകുട്ടി, ആ ദൃക്സാക്ഷി പെൺകുട്ടിയോട് പോലീസുകാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ പെൺകുട്ടി ഇഡിഷ് എന്നൊരു ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഈ ലാംഗ്വേജ് ഇവിടെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി വൈറ്റ്മാൻ മാത്രമാണ്. അതേതായാലും നന്നായി. വൈറ്റ്മാൻ ആ പെൺകുട്ടിയോട് നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവൾ പണം വേണമെന്ന് പറഞ്ഞു. അവൾ ചോദിക്കുന്ന അത്രയും പണം കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ്മാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ ആരോടും പറയില്ലെന്ന്. ബ്ലാക്ക് മെയിലിംഗ്, അതും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. വൈറ്റ്മാനും സമ്മതിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അത് പിന്നെ സാർ ഈ കൊച്ചിവിടെ വെറുതെ വന്നതാ, ഈ കൊച്ചിന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് കയറി വന്നതാ, അല്ലാതെ വേറൊന്നുമല്ല. ഇത് ഞാൻ നോക്കിക്കോളാം, കൊച്ചു ഐസ്ക്രീം ഒക്കെ ചോദിക്കുന്നുണ്ട്, ഞാനത് വാങ്ങി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വൈറ്റ്മാൻ അങ്ങനെ ആ സിറ്റുവേഷൻ അങ്ങ് മാനേജ് ചെയ്തു. ദെൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ആ കൊച്ചു ആവശ്യപ്പെട്ട പണത്തിന്റെ വെറും 20% മാത്രമാണ് വൈറ്റ്മാൻ അവൾക്ക് കൊടുക്കുന്നത്. ഇത് പറ്റത്തില്ല, എനിക്ക് മുഴുവൻ പണം വേണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കുന്ന അതേസമയം ഇവർ നിൽക്കുന്ന സ്ഥലത്തിനടുത്തായിട്ടുള്ള ഒരു പബ്ലിക് ബൂത്തിൽ ഫോൺ റിംഗ് ചെയ്യുന്നു. വിളിച്ചിരിക്കുന്നത് നമ്മുടെ വൈറ്റ്മാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ആ സ്ത്രീയാണ്. ആ കുട്ടി നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണല്ലേ, വേറൊന്നും നോക്കണ്ട, അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. അല്ല അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ആകെ 11 വയസ്സേ ഉള്ളൂ. ഓ അത് നോക്കി നിൽക്കുവാണ് നീ, അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല വൈറ്റ്മാൻ, അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. വൈറ്റ്മാൻ ഈ കൊച്ചിനെ കൊല്ലാൻ ഒട്ടും താല്പര്യമില്ല. എന്നിരുന്നാലും ഇവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആ പുള്ളിക്കാരി പറയുന്നത് അനുസരിക്കാതിരിക്കാനും പറ്റത്തില്ല. തന്ത്രപരമായി ഈ കൊച്ചിനെ കൂടെ കൊല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിന് കൊടുക്കാനുള്ള ബാക്കി പണം അടുത്ത ദിവസം കൊടുക്കാം, അടുത്ത ദിവസം ഇന്ന സ്ഥലത്ത് വന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോയി. അങ്ങ് 1890s നമ്മുടെ ഹില്ലിംഗ് ഹെഡൊക്കെ ജൂലിയൻ ഹാർക്കറിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുവാണ്. സർ ജൂലിയൻ ഹാർക്കർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ബർമയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയോ സർവൈവ് ചെയ്ത് തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിച്ചു പോവാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില സംശയങ്ങൾ ഇവർക്കുണ്ട്. ജൂലിയൻ ഹാർക്കറിന്റെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വേലക്കാരി പറയുന്നത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ജൂലിയൻ ഹാർക്കറിനെ കാണാൻ പഴയ ജൂലിയൻ ഹാർക്കറിന്റെ കൂട്ടല്ല എന്നാണ്. തിരിച്ചു വന്നത് ഒറിജിനൽ ആൾ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. വേലക്കാരിക്കേ സംശയമുള്ളൂ, ജൂലിയൻ ഹാർക്കറിന്റെ സ്വന്തം അമ്മയ്ക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അമ്മ ലേഡി ആകാത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് തന്റെ മകൻ തന്നെയാണെന്ന് ഉറപ്പാണ്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിറ്റക്റ്റീവും ജേർണലിസ്റ്റും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജേർണലിസ്റ്റിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു. ഒരു കത്തും കൊണ്ട് വന്നതാണ്. അത് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിനുള്ളതാണ്. കത്തയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കിയപ്പോൾ അത് ജൂലിയൻ ഹാർക്കറും പുള്ളിയുടെ അമ്മയുമാണ്. ഇന്ന് വൈകുന്നേരം അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അതിലേക്ക് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. സംതിങ് ഫിഷി. അവരുടെ ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഇദ്ദേഹം ജേർണലിസ്റ്റിന്റെ കൂടെ ഈ വീട്ടിലാണെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് തന്നെ കത്തയച്ചേക്കുന്നു. ഇതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹില്ലിംഗ് ഹെഡ് തീരുമാനിക്കുകയാണ്. ഇവർക്ക് ഓൾറെഡി ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നിന്ന് ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫിംഗർ പ്രിന്റും ഇന്ന് ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് സർ ജൂലിയൻ ഹാർക്കറിന്റെ ഫിംഗർ പ്രിന്റ് സംഘടിപ്പിച്ച് അത് രണ്ടും മാച്ച് ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ എന്തോ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. എത്ര വലിയവനാണെങ്കിലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും പറ്റുമല്ലോ. ദെനഗൈൻ അവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടെ 2023 നമ്മുടെ മാനിക്സിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. മാനിക്സിനോടൊപ്പം പുള്ളിക്കാരന്റെ വക്കീലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെ നേരവണ്ണം ചോദ്യം ചോദിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. എങ്ങനെയൊക്കെ കുഴച്ചു മറിച്ച് ചോദിക്കാൻ ശ്രമിച്ചാലും വക്കീൽ ഇടയ്ക്ക് കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തുക. ഹസന് വേണ്ടത് ഉത്തരങ്ങളാണല്ലോ.
എന്തിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇവന്റെ മോട്ടീവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. പകരം ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ഓഫീസറുടെ മരണത്തിന് കാരണം താനാണെന്ന് സമ്മതിക്കുകയാണ്. ഓക്കെ, കുറ്റം സമ്മതിച്ചു, പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ആ ചോദ്യത്തിന് മാത്രം മാനിക്സ് ഉത്തരം പറയുന്നില്ല. അങ്ങ് 1941 നമ്മുടെ വൈറ്റ് മാൻ ഇതുവരെയും ആ പെൺകുട്ടിയെ കൊന്നിട്ടില്ല. അവൻ അവളെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. കാരണം ഈ പെൺകുട്ടിയും ഒരു ജൂതയാണ്. ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആ സ്ത്രീ കർക്കശമായി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവൻ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇരുവരും ഇങ്ങനെ കാറിൽ പോകുമ്പോൾ മറ്റൊരു കാറിൽ ആരോ ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നത് കാണാം. ഒരു പക്ഷേ വൈറ്റ് മാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആ സ്ത്രീയുടെ ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ ഇവനെ സംശയമുള്ള ഇവന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് ഇൻസ്പെക്ടേഴ്സ് വല്ലതും ആയിരിക്കാം. ആര് തന്നെയാണെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ വൈറ്റ് മാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല. ആരറിഞ്ഞാലും പ്രശ്നമാണ്. തുടർന്ന് ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ കുറച്ച് വേഗത്തിൽ കാർ ഓടിച്ച് പിന്നാലെ ഫോളോ ചെയ്തു വരുന്ന ആളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസന്റെ കാലഘട്ടത്തിൽ പുള്ളിക്കാരി മാനിക്സിന്റെ അടുത്തുനിന്ന് സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അവനെ കുറെ കംഫർട്ടബിൾ ആക്കി. എന്താണ് ഇവന്റെ മോട്ടീവ്, ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പല രീതിയിൽ ചോദിക്കുകയാണ്. ഇവള് പറയുന്നതൊക്കെ കേട്ട് മാനിക്സിന് ഇവളെ അങ്ങ് വിശ്വാസമായി. മാനിക്സ് അവന്റെ സ്വന്തം വക്കീലിനോട് അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. നമ്മുടെ ഹസനോട് അവൻ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. തുടർന്ന് ഹസനും ചോദ്യങ്ങൾ ഓരോന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവന്റെ സുഹൃത്ത് സയ്യിദ് സത്യങ്ങളൊന്നും പറയാതെ ആത്മഹത്യ ചെയ്തത്? എന്താണ് ഇവരുടെ ആക്ച്വൽ പ്ലാൻ? ഇവന്റെ വളർത്തച്ഛനും വളർത്തമ്മയും ഒക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്നത്? ഒരു പോലീസുകാരന്റെ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്തു, അതും വലിയൊരു എക്സ്പ്ലോഷൻ. ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് എന്താണ് ആക്ച്വലി ഇവരുടെ പ്രശ്നം? ആരാണ് ഇതിനൊക്കെ പുറകിൽ? ഹസൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിലും മാനിക്സ് ഇവിടെ വെച്ച് ഉത്തരം പറയാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഇവിടെ ചുറ്റും ക്യാമറാസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ വെച്ച് ഉത്തരം പറഞ്ഞാൽ ശരിയാവത്തില്ല, അവരിതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് അവന്റെ ഒരു പെരുമാറ്റം. തന്നെ 1890 ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ജൂലിയൻ ഹാർക്കറിന്റെ വീട്ടിൽ ചെന്നു. ഹാർക്കർ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു ആൻഡ് ഡയറക്റ്റ് ആയിട്ട് പോയിന്റിലേക്ക് തന്നെ വന്നു. ഇദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനെ പറ്റി സംസാരിക്കാൻ ജൂലിയൻ ഹാർക്കർ തയ്യാറാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഡിറ്റക്റ്റീവിനെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് കുടിക്കാൻ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു കൊടുത്തു. ജൂലിയൻ ഹാർക്കറിന്റെ അമ്മയൊക്കെ പരിചയപ്പെടുത്തി. ആ പുള്ളിക്കാരിക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന പരിപാടിയുണ്ട്. ഇന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കാം, അതൊക്കെ ഈ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിനെ മുന്നിൽ വെച്ച് ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഹില്ലിംഗ് ഹെഡ് ആവട്ടെ ജൂലിയൻ ഹാർക്കറിനോട് ആ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഉരുണ്ട് കളിക്കുവാണ്. കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇവരൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നേ. ജൂലിയൻ ഹാർക്കറിന്റെ അമ്മ സ്പിരിറ്റുകളോട് സംസാരിക്കാന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ലോങ് ഹാർവസ്റ്റിലെ ഇനി കൊല്ലപ്പെട്ട അതേ സ്പിരിറ്റിനെ തന്നെ വിളിച്ചു വരുത്തണമെന്നാണ്. ഡിറ്റക്റ്റീവിന് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. എന്നാൽ ഇവർ ആത്മാവിനെ വിളിച്ചു വരുത്താൻ തുടങ്ങിയതും അവിടെ ഇരിക്കുന്ന ടേബിളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അനങ്ങാൻ തുടങ്ങി. ആ സ്പിരിറ്റിനോട് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡിഫോ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഗബ്രിയൽ ഡിഫോ. ഡിഫോയെ കൊന്നത് ഫോട്ടോഗ്രാഫിലുള്ള വ്യക്തി തന്നെയാണോന്ന് ഹില്ലിംഗ് ഹെഡ് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് ആത്മാവിന്റെ ഉത്തരം. ഇതൊക്കെ ശരിക്കും ആത്മാവ് തന്നെ പറയുന്നതാണോ അതോ ഹില്ലിംഗ് ഹെഡിനെ പറ്റിക്കാനുള്ള തന്ത്രമാണോ എന്നറിയില്ല. ശരി, ആരാണ് ഡിഫോയെ കൊന്നതെന്ന് സ്പിരിറ്റിനോട് ചോദിച്ചപ്പോൾ MA എന്ന 2 അക്ഷരങ്ങൾ വന്നപ്പോഴേക്കും പെട്ടെന്ന് ക്രിയ മുടങ്ങി. ഉടനെ ഹില്ലിംഗ് ഹെഡും ഇതൊന്നും ശരിയാവത്തില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, ജൂലിയൻ ഹാർക്കറിനെയാണ് അദ്ദേഹത്തിന് സംശയം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജൂലിയൻ ഹാർക്കറിന്റെ ആളുകൾ വന്ന് ഇദ്ദേഹത്തെ വീഴ്ത്തി. അവർ ഇദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്ത മദ്യത്തിൽ എന്തോ ചേർത്തിട്ടുണ്ടാവണം. എന്തുകൊണ്ടോ ഹില്ലിംഗ് ഹെഡ് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി അബോധാവസ്ഥയിലായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ആ ശവത്തിന്റെ അടുത്ത് കിടത്തുവാണ്. പോലീസ് കണ്ടെടുത്ത ഡിഫോയുടെ ശരീരമില്ലേ, അത് ഇവിടെയുണ്ട്. ഹില്ലിംഗ് ഹെഡിന്റെയും വസ്ത്രങ്ങളൊക്കെ ഊരി ആ ശവത്തിന്റെ അടുത്ത് കിടത്തി അവരുടെ ഫോട്ടോ എടുത്തു. ഡിഫോയുമായിട്ട് നമ്മുടെ ഹില്ലിംഗ് ഹെഡിന് ഇത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവർക്ക് പറഞ്ഞു വരുത്താൻ പറ്റുമല്ലോ. അക്കാലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര പ്രകൃതി വിരുദ്ധതയല്ലേ. ശരിക്കും നല്ല ഒന്നാന്തരമായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ ഹില്ലിംഗ് ഹെഡിനെ പൂട്ടി. ഇങ്ങനെ 2023 മാനിക്സിന്റെ പേടി കാരണം പുള്ളിക്കാരനെ ഇന്റർവേഷൻ റൂമിലെ ടേബിളിന്റെ അടിയിലിരുന്നാണ് നമ്മുടെ ഡിറ്റക്റ്റീവിനോട് സംസാരിക്കുന്നത്. ഇതാകുമ്പോൾ ക്യാമറയിലൂടെ ഇവർ സംസാരിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ല. പതുക്കെ സംസാരിച്ചാൽ പുറത്ത് ശബ്ദവും കേൾക്കത്തില്ല. ഹസൻ അവനെ വളരെ കംഫർട്ടബിൾ ആക്കി എന്തായി നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. ഇന്ന ദിവസം ഇന്ന സമയത്ത് ആ ബോഡി അവിടെ പ്രത്യക്ഷപ്പെടും, അത് അവർ കണ്ടിട്ടുണ്ട്, അവർക്കത് നേരത്തെ അറിയായിരുന്നു. പിന്നെ ലോകത്തെ തന്നെ നിശ്ചലമാക്കുന്ന വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുക, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടാൻ പോവുക, ഒരു വലിയ ബോംബുണ്ട്, അത് ബ്ലാസ്റ്റ് ആകും എന്നൊക്കെയാണ് ഇവൻ പറയണത്. ഇക്കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുത്ത് ഇവന് ഈ വഴിയിലൂടെ ലീഡ് ചെയ്യുന്നത് ഇവന്റെ ഫോസ്റ്റർ പേരൻസ് ആണ്. അവർക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത്, അവർക്ക് മറ്റാരെങ്കിലുമായിട്ട് കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹസൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഹസന്റെ സീനിയർ അങ്ങോട്ട് കയറി വന്നു. മാനിക്സ് മറ്റാരോട് സംസാരിക്കത്തില്ലല്ലോ, ഹസനോട് മാത്രമേ സംസാരിക്കൂ, ഹസനെ മാത്രമേ അവന് വിശ്വാസമുള്ളൂ. ഹസന്റെ മേലധികാരി അങ്ങോട്ട് കയറി വന്നപ്പോൾ മാനിക്സ് സംസാരിക്കുന്നത് നിർത്തി. അങ്ങ് 1890 ജൂലിയൻ ഹാർക്കറിന്റെ വീട്ടിൽ പോരുന്ന ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് അടുത്ത ദിവസം ഒരു പറമ്പിൽ നിന്നാണ് എണീറ്റ് വരുന്നത്. അവർ ഇദ്ദേഹത്തിൻ്റെ നല്ല പണിയാണല്ലോ വെച്ചത്. ഇദ്ദേഹം ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഇദ്ദേഹത്തിന്റെ കാര്യം അവതാളത്തിലാവും. പുള്ളിക്കാരൻ അവിടെ നിന്ന് എണീറ്റ് നേരെ ജേർണലിസ്റ്റിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇപ്പോഴും സ്വഭാവത്തിലൊന്നുമല്ല, ഒരു വിധത്തിൽ എഴഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്. ജേർണലിസ്റ്റ് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേപ്പിച്ച് വീടിനകത്ത് കൊണ്ടുവന്നു. ഒരുമാതിരി ബോധമില്ലാതെ അവന്മാർ കൊടുത്ത മയക്കുമരുന്നിന്റെ എഫക്റ്റിൽ ഓരോന്ന് ഇങ്ങനെ വിളിച്ച് പറയാനുണ്ട്. ഹില്ലിംഗ് ഹെഡിന്റെ ഭാര്യയും മകളെയും പോലും ഇല്ലാതാക്കാൻ അവരൊന്നും മടിക്കില്ല. ആ പേടിയിൽ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ് ഇദ്ദേഹത്തെ സമാധാനിപ്പിച്ച് അവിടെ കിടത്തി ഉറക്കി ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുന്നു. കുറേ സമയം കഴിഞ്ഞ് ഹില്ലിംഗ് ഹെഡിന് മയക്കുമരുന്നിന്റെ എഫക്റ്റ് ഒക്കെ മാറി ഒന്ന് ബോധം വന്നപ്പോൾ പുള്ളിക്കാരൻ പതിയെ തിരിഞ്ഞ് നമ്മുടെ ജേർണലിസ്റ്റിനെ കിസ് ചെയ്യുന്നു. ശരിക്കും ഹില്ലിംഗ് ഹെഡും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ കർശന നിയമങ്ങൾ കാരണം താൻ ഇങ്ങനെയാണെന്ന് അദ്ദേഹം ആരെയും അറിയിച്ചില്ല. ഒരുപക്ഷെ ഇപ്പോഴാവും പുള്ളിക്കാരൻ താൻ ഇങ്ങനെയൊക്കെയാണ്, തന്റെ വികാരങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങ് ഫ്യൂച്ചറിൽ ഡിറ്റക്റ്റീവ് മേപ്പിൾവുഡ് ഡെഫോയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കമാൻഡർ മാനിക്സിന്റെ അടുത്ത് നിന്ന് ഡെഫോ എന്തൊക്കെയാണ് പറഞ്ഞത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. കമാൻഡർ മാനിക്സ് ഇപ്പോഴും പറയുന്നത് ചാപ്പൽ പെർലിസ് എന്നൊരു ഗ്രൂപ്പുണ്ട്, ഡെഫോയും അവരുടെ ഭാഗമാണ്, അവരെ തന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്, അവരെ പറ്റിയുള്ള സത്യങ്ങൾ എത്രയും വേഗം മനസ്സിലാക്കണം, അതിനെപ്പറ്റി ഒരു അന്വേഷണം തുടങ്ങണമെന്നൊക്കെയാണ്. പിന്നെ റീസെന്റ് ട്രീറ്റ്മെന്റ് ഇരിക്കെ മരിച്ച ഡെഫോ അദ്ദേഹം ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഡെഫോ ആണ്. 2 ദിവസം മുന്നേ ഉള്ള ആ ദിവസത്തിൽ ഈ കഴിഞ്ഞ കാലത്ത്
കാലത്തിലേക്ക് 2 ദിവസം പുറകോട്ട് ട്രാവൽ ചെയ്ത് വന്ന ഡെഫോ. ഇതുകൊണ്ടാണ് കമാൻഡർ മാനിസ് ചാപ്പൽ പെർലെസിനെ ഇത്രയധികം പേടിക്കുന്നത്. അവർക്കൊരാളെ പാസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ഇദ്ദേഹത്തെ കൊല്ലാനും സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഡെഫോയിലൂടെ ചാപ്പൽ പെർലെസിനെ പറ്റി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവരെവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നത്, എത്രയും വേഗം ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഇല്ലാണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി. കട്ട് ചെയ്താൽ 1890 നമ്മുടെ ഹില്ലിംഗ് ഹെഡ് ലോങ് ഹാർവസ്റ്റ് ലൈനിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ഇഷ്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുന്നുണ്ട്. ഹില്ലിംഗ് ഹെഡ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. ചെറിയൊരു കത്തി ഉപയോഗിച്ച് ഇഷ്ടിക ഇങ്ങനെ പൊടിച്ചാണ് എഴുതി വെക്കുന്നത്. ഇങ്ങനെ 2023 നമ്മുടെ ഹസനും എന്ത് വിചാരിച്ചെന്ന് അറിയത്തില്ല. പുള്ളിക്കാരിയും ലോങ് ഹാർവസ്റ്റ് ലൈനിലേക്ക് ചെന്നു. അവിടെ ആ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ ഇഷ്ടികയിൽ എന്തോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ട് പുള്ളിക്കാരി അവിടുത്തെ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അതിൽ ഹില്ലിംഗ് ഹെഡ് എന്ന പേര് കാണാം. ഈ പേര് എങ്ങനെ ഇവിടെ വന്നു, ഇത് ആരുടെ പേരാണ്, അന്വേഷിക്കണമല്ലോ. ഉറപ്പായും നമ്മുടെ ഹസൻ അന്വേഷിക്കും.